ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആം ഗോയിങ് ടു വാഗമൺ. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ഓറഞ്ച് വാലി റിസോർട്ട്സിലായിരുന്നു. അവിടെ തന്നെയായിരുന്നു നമ്മുടെ സ്റ്റേയും. അപ്പോൾ നമ്മൾ നേരെ പോയത് നമ്മുടെ ലഞ്ചിലേക്കായിരുന്നു. ചോറും മീനും മോരുകറിയും അതുപോലെ ബീഫ് റോസ്റ്റും പപ്പടമൊക്കെ ആയിരുന്നു. നല്ല ലഞ്ചായിരുന്നു. ദെൻ നമ്മൾ നമ്മുടെ റിസോർട്ട്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. നല്ല ടോപ്പ് ഹിൽസിന് താഴത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയായിരുന്നു. അതിനുശേഷം കുറേ പൂക്കളും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടു. പിന്നെ നമ്മൾ റൂം അലോക്കേറ്റ് ചെയ്ത് റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാനായിരുന്നു ഒരു സിംഗിൾ ലേഡി ആ ഒരു പ്രോഗ്രാമിൽ. സോ എനിക്ക് സ്വന്തമായിട്ട് ഒരു റൂം കിട്ടുകയാണ് ചെയ്തത്. ഇതായിരുന്നു റൂമിൻ്റെ വ്യൂ, ബാൽക്കണി ഇതെല്ലാം. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് മീറ്റിങ്ങിലേക്ക് പോവുകയാണ് ചെയ്തത്. മീറ്റിങ്ങിൽ നമ്മുടെ ജിയോം KG തോമസ് അങ്ങനെ എല്ലാവരും നമ്മൾ കണ്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഈവനിങ് 5 ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഈവനിങ് വളരെ തണുപ്പായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല്ലിടിക്കുന്ന ഒരു ഫീലായിരുന്നു. റൂം അത്യാവശ്യം നല്ല മെസ്സാണ്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ സെക്കൻഡ് ബാൽക്കണി വ്യൂ ആണ്. ഒരു റോക്കാണ്. അതിന് മേലെ നിൽക്കുന്ന ഈ പുല്ലെല്ലാം പുൽത്തൈലത്തിൻ്റെ ആട്ടോ. ഞാൻ കുറച്ച് പറിച്ച് മണത്ത് നോക്കിയായിരുന്നു. നല്ല മണമായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ മാനേജേഴ്സ് ഇൻഫോം ചെയ്യലുണ്ടായി. അപ്പോൾ ഇനി ക്യാമ്പ് ഫയറിന് കാണാം. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയറിനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മുടെ മാനേജേഴ്സാണ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ മെയിൻ പാർട്ട് ഫുഡ് റെഡി ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. വെജിറ്റബിൾ, എഗ്, ചിക്കൻ അങ്ങനെയെല്ലാം. പിന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഇന്നത്തെ ഡേ അവസാനിച്ചു. പിന്നീട് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ആ ഡേ എൻഡായി.